ഉന്മേഷ, നിലവിൽ വേടന് ആശ്വാസമാണ്. ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് വേടന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. കർശനമായ ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണം. നിലവിൽ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷന്റെ ആവശ്യം വേണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു ഹൈക്കോടതിക്ക് മുമ്പിലുള്ള ചോദ്യം. നിലവിൽ അത് വേണ്ട എന്നുള്ളതാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്. അതോടൊപ്പം തന്നെ 9-ാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ് സമയം നൽകിയിരിക്കുന്നത്. ആ സമയത്ത് വേടൻ തൃക്കാക്കര SHOക്ക് മുമ്പിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഹൈക്കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ പുറത്തു വന്നിരുന്നു. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം അതെങ്ങനെയാണ് ബലാത്സംഗമാകുക എന്ന ചോദ്യം കോടതി ആവർത്തിച്ച് ചോദിച്ചിരുന്നു. ഒപ്പം ഈ പരാതിക്കാരി വേടനെതിരെ നേരത്തെ ചില യുവതികൾ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ അടക്കം ഹൈക്കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇയാൾ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ളതായിരുന്നു പരാതിക്കാരി കോടതിയിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അതും നിലവിൽ കോടതി പരിഗണിച്ചിട്ടില്ല. കോടതി വ്യക്തമാക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തെളിവുകളായി ഹാജരാക്കിയാൽ അത് പരിഗണിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് കോടതി വ്യക്തമാക്കി. ഇതെല്ലാമാണ് വേടന് അനുകൂലമായി വരികയും നിലവിൽ വേടന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തത്. ഓർഡറിന്റെ പൂർണ്ണ പകർപ്പ് അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. 2021 മുതൽ 2023 വരെ വിവിധ ഇടങ്ങളിലായി വിവാഹ വാഗ്ദാനം നൽകി തന്നെ പീഡിപ്പിച്ചു എന്നാണ് ഡോക്ടറായ യുവതി ഡോക്ടർ വേടനെതിരെ പരാതി നൽകിയത്. പിന്നാലെ ജൂലൈ 31-ന് തൃക്കാക്കര പോലീസ് വേടനെതിരെ ബലാത്സംഗ കുറ്റം ചുമത്തി കേസെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം വേടനെതിരെയുള്ള അന്വേഷണമൊക്കെ നടന്നെങ്കിൽ പോലും വേടൻ ആന്റിസിപ്പേറ്ററി ഫയൽ ചെയ്തതിന് പിന്നാലെ കോടതി നോട്ട് അറസ്റ്റ് നൽകി. അതുകൊണ്ട് വേടന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ പോലീസിനായില്ല. ഇപ്പോൾ കോടതി തന്നെ വേടന് മുൻകൂർ ജാമ്യാപേക്ഷയും പരിഗണിച്ച് ജാമ്യവും നൽകിയിരിക്കുന്നു. ഇനി വേടൻ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുമെങ്കിലും അറസ്റ്റ് ചെയ്താൽ പോലും അത് ജാമ്യത്തിൽ വിടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. വേടനെതിരെ രണ്ടാമതൊരു കേസ് എറണാകുളം സെൻട്രൽ പോലീസിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ അത് ഈ കേസിന്റെ ഭാഗമായി വരില്ല എന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്.